Unmute Irfan. Voice clear. One second, I check it out. So, Vagam look at the partner. Vagam. Okay, right. Upon the Vagam Barado, Binsha the Tonagoda, and there is slope of a line over an equation. Muhammad bin Shah. Sir. First now, y2 minus y1 by x2. Wait a minute. And what a perfect number question now. Okay. I think you know the order. Depend on what go. Yes, sir. And voice welcome. On the Irfan and Mutidala. Yes, sir. Okay, sir. No, Amin Shaji, video can the Amin Shaji, Sharon, Brian Balsada video. Take on the type on the law. Would a partner office? Brahim Badshah. Sir, now on. Okay. Okay, last part of slope of a line. Formula. So, in order to find the slope of a line, what required is 2 points. Okay, any 2 points on it. Any 2 points. So, the end values end point. യാതൊരു നിർബന്ധവുമില്ല ആ ലൈനിലുള്ള ഏത് രണ്ട് പോയിന്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ലോപ്പ് കണ്ടെത്താം നമ്മൾ ആക്ടിവിറ്റിയിൽ കണ്ടത് ബിക്കോസ് ഫോർ എനി 2 points the value of the slope is always same അല്ലേ നമ്മൾ ആക്ടിവിറ്റി കണ്ടതാണ് അപ്പോ suppose a line segment like this is provided line segment തന്നിട്ടുണ്ടെങ്കിൽ suppose we have the end point as AB, in between we have CD, EF, etc. Okay, we can find out the slope of the given line by considering AB, by considering AC, if needed BD, if needed EB, FC, anyone, any 2 points. ഏത് രണ്ട് പോയിന്റ് തരും ഒരു പ്രശ്നമില്ല നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണം. Okay, and the way of selecting the point out of the 2 point, similar in the case of distance formula and so on, നമുക്ക് ഈ രണ്ട് പോയിന്റിൽ ഏതെങ്കിലും ഒരാൾ we can choose it as x1 y1 and the next one as x2 y2. Okay, രണ്ട് പോയിന്റിൽ ഏതെങ്കിലും x1 y1 എടുക്കാം മറ്റേ ആളെ x2 ആയിട്ട് നോട്ട് ചെയ്യാം അത് നമ്മളുടെ ചോയ്സ് ആട്ടോ ഏത് പോയിന്റ് x1 എടുത്താലും കുഴപ്പമില്ല മറ്റേ ആൾ എന്ത് ചെയ്താൽ മതി x2 y2 നോട്ട് ചെയ്താൽ മതി ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങ് തിരിച്ചെടുക്കരുത് അതായത് ഇപ്പൊ ഒരു പോയിന്റ് ഇപ്പോ എക്സാമ്പിൾ ഇപ്പൊ ഒരു 1.5 പിന്നെ നമുക്കൊരു 3.9 ഉണ്ടെന്ന് ഇരിക്കട്ടെ അപ്പൊ ഒരാൾ പോയിട്ട് ഇവനെ x1 എടുത്തു ഇവനെ x2 എടുത്തു ഇവനെ കയറി y1 എടുക്കാൻ പാടില്ല അത് തെറ്റും അങ്ങനെ എടുക്കരുത് x1 എന്ന പോയിന്റിന്റെ കൂടെ തന്നെ വേണം y1 x2ന്റെ കൂടെ വേണം y2. ഓക്കെ ഇത്രയുള്ള പോയിന്റ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ കുഴപ്പമില്ലല്ലോ റൈറ്റ് ഇനി
രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഐഡിയ എന്ന് പറയുന്നത് ഹൗ ടു ചെക്ക് വെദർ എ ഗിവൺ സെറ്റ് ഓഫ് പോയിന്റ്സ് ആർ ഓൺ ദ സെയിം ലൈൻ. അത് നമ്മൾ രണ്ടാമത് പറഞ്ഞു. അപ്പോ ഒരു ഗിവൺ സെറ്റ് ഓഫ് പോയിന്റ് സെയിം ലൈൻ ആണോ പറയാൻ വേറൊന്നും ചെയ്യേണ്ടതില്ല. ജസ്റ്റ് ആ ലൈനിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ് ആ ലൈനിൽ തന്നിരിക്കുന്ന പോയിന്റ്സിന്റെ പെയർ വൈസ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ അത് ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതുമ്പോൾ കൃത്യമായി നീറ്റായ സ്റ്റെപ്സ് ഒക്കെ വേണം കേട്ടോ. തന്നിരിക്കുന്ന പോയിന്റ് ഒരാൾ ഏതെടുക്കുക, വേറെ ആളൊക്കെ ലെറ്റ് ഇന്ന പോയിന്റ് എ, ഇന്ന ആള് ബി, ഇന്ന ആള് സി എന്നൊക്കെ ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം സ്ലോപ്പോ എ ബി നമുക്ക് കിട്ടും. എന്റെ അടുത്തത് നിങ്ങൾക്ക് വേണ്ട സ്ലോപ്പോ ബി സി. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ദേ വിൽ ബി ഓൺ ദ സെയിം ലൈൻ. ഡിഫറെന്റ് ആണെങ്കിൽ ദേ വിൽ ബി ഇൻ ദി ഡിഫറെന്റ് ലൈൻ. ഇനി എ ബി ആൻഡ് ബി സിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എ ബിയും എ സിയും കണ്ടുപിടിക്കാം, വേണമെങ്കിൽ ബി സിയും എ സിയും കണ്ടുപിടിക്കാം. ഇതൊന്നും പ്രശ്നമല്ല. ഏതെങ്കിലും ഒരു കേസ് ചെയ്യണം, ഏതെങ്കിലും ഒരു കേസ്. റെഡിയാവും. ഇത്രയൊക്കെയാണ് നമുക്ക് സ്ലോപ്പുമായി ബന്ധപ്പെട്ട് ഡയറക്ട്ലി ആവശ്യമുള്ള കാര്യങ്ങൾ. ഒരു ഡേറ്റ കൂടി ശരിക്കും ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. ഞാൻ ജസ്റ്റ് തുടങ്ങി വെച്ചിരുന്നു. ടു ഫൈൻഡ് ന്യൂ പോയിന്റ്സ് ഓൺ എ ലൈൻ. ടു ഫൈൻഡ് ന്യൂ പോയിന്റ്സ് ഓൺ എ ലൈൻ. ഇങ്ങനെ കാര്യം നമ്മൾ ഇന്നലെ ജസ്റ്റ് തുടങ്ങി വെച്ചിരുന്നു. ഓക്കെ, അതിന്റെ മീനിങ് എത്ര ഉള്ളത്? ഇപ്പൊ നമുക്ക് ഒരു ലൈൻ സെഗ്മെന്റ് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു 1, 5 എക്സാമ്പിൾ 3, 9. എന്നിട്ട് ഈ ലൈനിലുള്ള വേറെ ഏതെങ്കിലും പോയിന്റ് ഒക്കെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് അതർ പോയിന്റ്സ് ഓൺ ദ ലൈൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ ശരിക്കും നമുക്ക് സ്ലോപ്പ് വെച്ച് ചെയ്യാം, പക്ഷെ അത് ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. ഓക്കെ, പക്ഷെ അത് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മളും ഇക്വേഷൻ ഓഫ് ദ ലൈൻ ആയിരിക്കും ഫോക്കസ് ചെയ്യുക കേട്ടോ. റാദർ ദാൻ സ്ലോപ്പ് വി വിൽ ഫൈൻഡ് ന്യൂ പോയിന്റ്സ് ബൈ യൂസിങ് ഇക്വേഷൻ. ലാസ്റ്റ് എക്സസൈസിലാണ് വരുന്നത്. ആ ടൈം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എക്സസൈസിൽ ആകെ ഇത്രേ പഠിക്കാനുള്ളൂ. ഒന്ന് സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം, രണ്ട് എ ഗിവൺ സെറ്റ് ഓഫ് പോയിന്റ്സ് ആർ ഓൺ ദ സെയിം ലൈൻ. Is it okay? Any doubt? Anyone? Doubting in the hand raise ചെയ്ത് doubt ഉണ്ടെങ്കിൽ. Anyone? ഇല്ല. Okay, if so, നമുക്ക് നേരെ എക്സസൈസിലേക്ക് കയറാൻ കൊടുത്തു. എക്സസൈസ് 4. Ready? Exercise 4. Write the question. Find the slope of. Find the slope of. Find the slope of following. Find the slope of following pairs of points. PAIRs. Pairs of points. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ചിലതുപോലെ ഡയറക്റ്റ് ഉണ്ടാവും. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഈ സ്ലോപ്പിന്റെ വാല്യൂ പോസിറ്റീവോ നെഗറ്റീവോ ഫ്രാക്ഷൻ ഒക്കെ വരാൻ നിങ്ങൾ ഡെസിമലിലേക്ക് കൊണ്ടുപോകണ്ട. ഒരു ഫ്രാക്ഷൻ കട്ട് ഷോട്ട് ചെയ്യാമെങ്കിൽ കട്ട് ഷോട്ട് ചെയ്ത് എഴുതണം. ഓക്കെ, സബ്ട്രാക്ഷൻ ആകുമ്പോൾ ശ്രദ്ധിച്ച് സെപ്പറേറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. Here we go for the questions. One by one ആയിട്ട് ചെയ്യും. Very good.
Sir. അച്യുത് ഏത് കേസ് ചെയ്യുന്ന മോനെ? അച്യുത്. സാർ ഞാൻ ഡി. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ, എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ചോ പോയിന്റ്സിന്റെ കാര്യത്തില്. ആ പറ. Sir, slope വരയ്ക്കണോ? വേണ്ട വേണ്ട, ജസ്റ്റ് കണ്ടുപിടിക്കുക, അത് മാത്രം, വേറൊന്നും ചെയ്യണ്ട. കണ്ടുപിടിച്ചാൽ മാത്രം മതി. സ്പീഡ് ആവണേ. യു ഹാവ് 3 more minutes മാക്സിമം. അതിക്കുള്ള ആവശ്യമില്ല. Two more minutes. ചിലപ്പോൾ ഷെയറിംഗ് ഒന്ന് കട്ടാവും കേട്ടോ, സ്ക്രീൻ ഷെയറിംഗ്. സ്പീഡാവണം. കൃത്യമായി നിങ്ങൾ എടുത്ത് എഴുതണേ. x1 y1 x2 y2 എന്നിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുള്ളൂ. തിരക്ക് കൂട്ടരുത്. Last minute to complete. അല്ല, എസ്പെഷ്യലി നെഗറ്റീവ്സ് വരുന്നിടത്താണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട വരിക കേട്ടോ. പ്രത്യേകിച്ച് നെഗറ്റീവ്സ് വരുന്നതിൽ മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓൾറെഡി നമ്മുടെ ഫോർമുലയിൽ നെഗറ്റീവ് ഉണ്ട്, മൈനസ് ഉണ്ട്, പ്ലസ് ഇവന്റെ കൂടെ മൈനസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് കൂടും. സോ ഷുഡ് ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഫസ്റ്റ് വൺ ആൻസർ എന്ന് പറയാൻ കേൾക്കട്ടെ. ഫസ്റ്റ് വൺ ആദിലേ ഫസ്റ്റ് വൺ ആൻസർ എന്താ? 8/3. 8/3 എങ്ങനെയാ വന്ന പറഞ്ഞ കേൾക്കട്ടെ. 3 5 x1 y1 9 30 x2 y2. ഓക്കെ, എന്നിട്ട് Slope is equal to y2 minus y1 by x2 minus x1. ഓക്കെ 5 minus 30.
y2 minus y1 5 minus 30 ആണല്ലോടാ നീ പറഞ്ഞതനുസരിച്ച്. 30 minus 5. ആ 9 by 9 minus 3. ഓക്കെ 8 by 3. 8/3 ആൻസർ. റൈറ്റ്. രണ്ടാമത്തേതോ അഹമ്മദ് അബ്ദുൽ കരീം രണ്ടാമത്തെ. സാർ Sir, 9 minus 3 6 അല്ലേ? 6 ആണല്ലോ. അങ്ങനെയാ അപ്പൊ 3 ആയേ. അതിലെ മാറിപ്പോയി. നന്നായി. മാറിപ്പോയി. 8/6 കട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ 4/3 എന്ന് ആൻസർ കിട്ടും. 4/3 is the final answer. Okay, Ahmad Abdul Karim second one പറയ്. Sir, x1 y1 2 7. ശരി. x2 y2 13 5. ഓക്കെ എന്നിട്ടാ Slope is equal to 5 minus 7 by 13 minus 2. 5 minus 7 by 13 minus 2 fine. എന്നിട്ട് Minus 2 by 11. minus 2 by 11 is the answer. Cannot be simplified further. ശരിയല്ലേ? ഓക്കെ ഇബ്രാഹിം ബാദുഷാ നെക്സ്റ്റ് വൺ പറയ്. -4ഉം 5ഉം x1ഉം y1ഉം. ശരി. 1ഉം 9ഉം x2ഉം y2ഉം. ഓക്കെ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 9 minus 5 ആ 1 minus -4. ആ അത് ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. കാരണം ഇവിടെ നമുക്ക് തെറ്റുകൾ വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു ക്വസ്റ്റൻ ആണത്. നമുക്ക് ഞാൻ അതൊന്ന് സെപ്പറേറ്റ് നിർത്തി എഴുതാം കേട്ടോ. ഇഫ് എനിവൺ ഹാഡ് കമ്മിറ്റഡ് മിസ്റ്റേക്ക് ജസ്റ്റ് ലുക്ക് ഇൻ ടു ഇറ്റ്. നമുക്ക് തന്നിരിക്കുന്നതിൽ -4 5 എന്ന പോയിന്റിനെയാണ് x1 y1 ആയിട്ട് ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ അതുപോലെ തന്നെ the point 1 9 is taken as x2 y2. Slope in the formula, slope is equal to y2 minus y1 divided by x2 minus x1. y2 minus y1 divided by x2 minus x1. y2 in the value 9 minus y1 in the value 5 divided by x2 minus x1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം x2 ന്റെ വാല്യൂ 1 ആണ്, മൈനസ് ഫോർമുലയിലുള്ളതാണ്. x1 ന്റെ വാല്യൂ -4 ആണ്. കണ്ടോ? ശ്രദ്ധിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കേസ് ആട്ടോ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ on final we get 9 minus 5 is 4. 1 minus -4 become 1 plus 4. So 4/5 will be the final answer. The answer is 4/5. Okay, clear? ശരി ലാസ്റ്റ് ഒന്ന് റുഫൈദ. പറഞ്ഞോ. ഒരു ഫാൻ എടുക്കാൻ പോകട്ടെ. എന്റെ പൊന്നടാ വേഗാവട്ടെ. റുഫൈദ. ആ -6 minus 8 x1 y1. x1 y1 ആയിട്ട് -6 -8 എടുത്തു. ഓക്കെ -1 minus 3 x2 y2. ഓക്കെ Slope is equal to y2 minus y1 by x2 minus x1. ആ -3 minus 8 -3 minus -8 by -3 minus -8 divided by -1 minus -6. -1 minus -6. മൈനസിന്റെ ബഹളാണ്, നെഗറ്റീവിന്റെ കളിയാണ് ക്വസ്റ്റ്യനിൽ അല്ലേ? ഇങ്ങനെയാണ് വരിക. ഇനി നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ become -3 plus 8 and denominator become -1 plus 6. So -3 plus 8 പറഞ്ഞേ റുഫൈദ കംപ്ലീറ്റ് ചെയ്തേ. എവിടെയാ 8 minus 3 ആണോ? എത്ര ആൻസർ എത്ര വരെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/5. 5/5 is the answer which is equal to 1 is the final answer. കണ്ടാ 1 ആണ് final answer. And you can ask if there is any doubt regarding this. നമ്മൾ ചെയ്തതിൽ ഫ്രാക്ഷൻസ് വന്നിട്ടുണ്ട്, നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്, കൃത്യ നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. എല്ലാ കേസും നമ്മുടെ ഈ എക്സാമ്പിൾസിൽ കയറി വന്നിട്ടുണ്ട്. എനിവൺ എനി ഡൗട്ട്? ഇല്ല. ശരി. If so, let's move on to the textbook exercise. I think it's in page number 270, 272 something. Check ചെയ്തേ. It's in 277. So നിങ്ങൾ തുടങ്ങുമ്പോഴേ നോട്ട്ബുക്കിൽ അങ്ങനെ സബ് എഴുതണം കേട്ടോ. അതായത്
അതെ 27 227. 227 ആണോ? ഓക്കെ. ആ. അപ്പൊ നമ്മളിങ്ങനെ ഒരു സബ് ഹെഡിങ് കൊടുക്കണേ, ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് എഴുതുക. നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പാകത്തിന് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് പേജ് 227. അത് ചെയ്ത് കൊടുക്കുക. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യണ്ട കേട്ടോ. 1ഉം 3ഉം 4ഉം ചെയ്താൽ മതി. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇത്തിരി ലെങ്തി ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസും കുറവാണ്. ബട്ട് വി ഹാവ് ടു ട്രൈ ഇറ്റ്. ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേഗം, കൃത്യമായ സ്റ്റെപ്പ് വേണം കേട്ടോ. കൃത്യമായ സ്റ്റെപ്പ് വേണേ. സ്റ്റെപ്പ് കമ്പൽസറി ആണ്. ഒരു കാരണവശാലും സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്. സ്റ്റെപ്പിൽ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചാൽ നിങ്ങളുടെ എക്സാമിലും അത് റിപ്പീറ്റ് ചെയ്യും. പലതവണ പറയാറുള്ള കാര്യം, എക്സാമിന് ഞാൻ കംപ്ലീറ്റ് എഴുതിക്കോളാം, ഇപ്പൊ ചെയ്ത സ്റ്റെപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ ചെയ്യുന്നതാണ് നമ്മൾ എക്സാം ഹോളിലും റിപ്പീറ്റ് ചെയ്തുള്ളൂ. To complete the first question, you have 3 minutes maximum. If you completed the first one, you can move on to third. Speed out, eh? Two more minutes remaining. Two more minutes. One more minute. ഓക്കെ, ഒന്ന് പറയാൻ വേണ്ടി മുഹമ്മദ് റിഹാൻ എങ്ങനെ ട്രൈ ചെയ്തെന്ന് കേൾക്കട്ടെ. മുഹമ്മദ് റിഹാൻ സാർ പറ. സ്ലോപ്പിന്റെ ഇക്വേഷൻ വെച്ച് ആദ്യം പറയും, പോയിന്റ്സ് ഒക്കെ പറടാ, ഒരു ഓർഡറിൽ ഇടാം ആൻസർ പറയുമ്പോ. 1 3 x1 y1 ആക്കി എടുത്തു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കാണുന്ന 1 3ക്കും അതുപോലെ ബാക്കിയുള്ള പോയിന്റ്സ് ഒന്നും നീ വേറെ പേരൊന്നും കൊടുത്തില്ലേ സ്റ്റെപ്സ് എഴുതാൻ വേണ്ടി? ABC ആ, അത് പറ. എ ആരാ? A13 ശരി. B25 ആ, C37. ഓക്കെ. അങ്ങനെ 3 പോയിന്റ്സ് നമ്മൾ 3 പേരൊക്കെ കൊടുത്തു. എന്നിട്ട് സ്ലോപ്പ് ഈക്വൽസ് y2 minus ആരുടെ y1 ആരുടെ ആരുടെ സ്ലോപ്പ് ഓഫ് AB എ ബി ഈക്വൽ ടു y2 minus y1 ഉം. by x2 minus x1. ഫോമിലൊക്കെ നമ്മൾ എഴുതി. ശരി, എന്നിട്ട് 5 plus 5 minus 3 ഉം. by 2 minus 1. ഓക്കെ, ഈക്വൽ ടു 2 by 1. 2 by 1. നമുക്ക് 2 എന്ന് എഴുതാം. ഇനി പിന്നെ എന്താ ചെയ്തേ? അടുത്തത് അടുത്ത് ABC കണ്ടുപിടിച്ചു. ആ, ബി സി പറ. നീ ബുക്കിൽ എഴുതിയേക്കണല്ലേ, വേഗം പറഞ്ഞോ. 7 minus 5 ശരി.
by 3 minus 2. ഓക്കെ, അതും 2/1 തന്നെ. അതും 2/1. അപ്പൊ എന്താ കൺക്ലൂഷൻ? സെയിം ലൈനിൽ കൂടെ പോണത്. അത് കൃത്യം നമ്മൾ സ്റ്റെപ്പ് എഴുതണം കേട്ടോ. എങ്ങനെ എഴുതും? സ്ലോപ്പ് ഓഫ് എ ബി. സ്റ്റെപ്പ് ഇമ്പോർട്ടന്റ് ആണേ. സ്റ്റെപ്പിനാണ് മാർക്ക്. സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി ആണ്. അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ പോയിന്റ്സ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻസ് ആർ ഈക്വൽ. അങ്ങനെ എന്തെങ്കിലും വാലിഡ് സ്റ്റേറ്റ്മെന്റ്. Therefore, ABC lies on the same line. ഇതാണ് ഒരു സ്ട്രക്ചർ വേണമല്ലോ നമ്മൾ സംഗതി എഴുതുമ്പോൾ. ചുമ്മാ രണ്ട് സ്ലോപ്പ് കണ്ടുപിടിച്ചു, ഓൺ ദ സെയിം ലൈൻ എന്ന് പറഞ്ഞു, ഇങ്ങനെയല്ലേ. ഇതാകുമ്പോൾ ഒരു നല്ലൊരു, ഇപ്പോൾ എന്താ പറയാ, ഒരാൾ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യണം, നോക്കുമ്പോൾ തന്നെ എന്തുണ്ട്, നല്ലൊരു ഓർഡർ ഉണ്ട്, ഒരു 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 കാണുമ്പോൾ തന്നെ നീറ്റ്നെസ് ഉണ്ട്, നമുക്ക് മാർക്ക് ഇടാൻ ഫീൽ ചെയ്യും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. കൺസെപ്റ്റ് പഠിക്കുന്നതിന്റെ കൂടെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഹൗ ടു പ്രസന്റ് ദ ആൻസർ. ആൻസർ നമ്മൾ എങ്ങനെ പേപ്പറിൽ പ്രസന്റ് ചെയ്യണം. രണ്ടാമത്തൊക്കെ ചെയ്യണ്ട, മൂന്നാമത്തേക്ക് കയറണം കേട്ടോ. ഇഫ് കംപ്ലീറ്റഡ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കണേ, കാരണം തേർഡും ഫോർത്തും ന്യൂമറിക്കൽ വാല്യൂസ് അല്ല. ന്യൂമറിക്കൽ വാല്യൂസിന് പകരം അതിന്റെ ഒരു ജനറൽ കേസിനൊക്കെ നമുക്ക് ഒരു പ്രൂഫ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സംഗതി സിമ്പിൾ ആണ്. കമ്പയർ ടു ഫോർത്ത്, തേർഡ് സിമ്പിൾ ആണ്. തേർഡ് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ. ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാനല്ലാട്ടോ, എനിക്ക് ക്വസ്റ്റ്യൻ ഐഡിയ കിട്ടാൻ വേണ്ടി എഴുതുന്നതാണേ. എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അതെങ്ങനെ പ്രൂവ് ചെയ്യാം, ഇത്ര ചിന്തിക്കേണ്ടതുള്ളൂ. കാരണം നമുക്ക് അറിയാവുന്ന ഡയറക്റ്റ് സാധനമാണേ. വാല്യൂവിന് പകരം x1, x2, x3 ഒക്കെ വന്നേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന ഡയറക്റ്റ് സംഗതിയാണ്. You have maximum 3 minutes to try. 3 മിനിറ്റ് മാക്സിമം. ക്വസ്റ്റ്യൻ വായിച്ച് മീനിങ് മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. സ്പീഡ് ആവണം. 2 more minutes. കംപ്ലീറ്റ് ആയിരുന്ന അടുത്തേക്ക് മൂവ് ചെയ്യണേ. ആരുടെ ഷാന്റെ ബാക്കിലെ സ്ലോപ്പ് ഓടിക്കാൻ വന്നേക്കണേ? ആരത്? പപ്പിച്ചിരുത്ത് നമുക്ക് സ്ലോപ്പ് ഓടിപ്പിക്കാം. കംപ്ലീറ്റ് ചെയ്തേ. അതേഴ്സ് one more minute for that question to try. ചിലപ്പോൾ ട്രാക്കിലായിരിക്കും ചെയ്ത് പോണത്. കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പറയാം 3 മിനിറ്റ് കൊണ്ട് അതിന്റെ ആൻസർ കിട്ടുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ 3 മിനിറ്റ് എന്ന് പറയുന്നത് 3 മിനിറ്റ് കൊണ്ട് ആൻസർ കിട്ടുന്നല്ല. ട്രൈ ചെയ്യാം ടൈമിൽ. അപ്പൊ നിങ്ങൾ കറക്റ്റ് ട്രാക്ക് ആണോ നമുക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. ചിലപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ എടുക്കും ചിലപ്പോൾ ആൻസറിലേക്ക് എത്താൻ. Thirty seconds. സാർ പിന്നെ പറ. സാർ നമുക്ക് ഈ സീക്വൻസിന് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് കൊടുക്കാൻ പറ്റുമോ? വാല്യൂ കൊടുക്കരുത്, ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കരുത്, സിമ്പിൾ കൊടുക്കുക. ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കാൻ പാടില്ല. നെക്സ്റ്റ് വീക്ക് അല്ലേ നിങ്ങൾക്ക് സ്കൂളിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞേ? ക്രിസ്മസ് എക്സാം. ഓക്കെ. അതെ സാർ.
അപ്പൊ എന്താണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുക? അമ്ന ഒന്ന് പറഞ്ഞ കേക്കട്ടെ. കിട്ടിയില്ല സാർ. ഒന്നും കിട്ടിയില്ല, ഒരു ഐഡിയയും കിട്ടിയില്ല. ഞാന് എന്താ പ്രൂവ് ചെയ്യണ്ടേ? കോമൺ ഈ സീക്വൻസ്, ഈ കോർഡിനേറ്റ്സിന്റെ സീക്വൻസ് സെയിം ലൈനിലാണെന്ന് സെയിം ലൈനിലാന്ന് പ്രൂവ് ചെയ്യണം. എപ്പോഴാ സെയിം ലൈനിലാവുക? അതിന്റെ സ്ലോപ്പ് ഈക്വൽ ആകുമ്പോൾ. ഉള്ളു സംഭവം. അപ്പൊ ആ തന്നിരിക്കുന്ന സീക്വൻസിലെ പോയിന്റിന്റെ സ്ലോപ്പ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ആ സീക്വൻസ് കണ്ടിന്യൂവിംഗ് ആ x1 y1 x2 y2 x3 y3 എന്ന് പറഞ്ഞൊരു ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന സീക്വൻസാ. അപ്പൊ എല്ലാ പോയിന്റും നമുക്ക് ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ആ 3 പോയിന്റ് ചെക്ക് ചെയ്താൽ മതി. റെഡിയാ? 3 പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം? എ ബി സി നമ്മൾ എടുത്ത പോലെ തന്നെ ഇവിടെ നമുക്ക് എടുക്കാം. ലെറ്റ് എ എന്ന് പറഞ്ഞ പോയിന്റ് x1 y1 ആണ്, ബി എന്ന് പറഞ്ഞ പോയിന്റ് x2 y2 ആണ്, സി x3 y3 ആണ്. നമുക്ക് സപ്പോസ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഈ പോയിന്റ് നോക്കിയാൽ മതി. കാരണം മുന്നോട്ട് നമ്മളിങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ x4 y4 x5 y5 x6 y6 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകും. എല്ലാം ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, അല്ലാതെ വേറൊന്നും ഇതിൽ പുതിയതായിട്ടില്ല കേട്ടോ. സ്ലോപ്പ് ഓഫ് എ ബി, സ്ലോപ്പ് ഓഫ് ബി സി, ഈ രണ്ട് സ്ലോപ്പും സെയിം ആണ് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ പോയിന്റ്സ് ആർ ഓൺ ദ സെയിം ലൈൻ. സെയിം അല്ലേ? ദേ ആർ ഓൺ ദ ഡിഫറെന്റ് ലൈൻ. അതാണ് നമുക്കറിയാവുന്ന കാര്യം. പിന്നെ ഈ പ്രൂവ് ദാറ്റ് ക്വസ്റ്റിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ പോലെ പ്രൂവ് ദാറ്റിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഈ പോയിന്റ്സ് എന്തായാലും ഉള്ളിലെങ്കിൽ വെളിയിലായിരിക്കും. ഉള്ളിലെങ്കിൽ വെളിയിലല്ല, ഈ പോയിന്റ് എന്തായാലും അബ്ദുൽ അസീസ് ഈ പോയിന്റ്സ് എന്തായാലും തന്നിട്ടുണ്ടാവൂലേ? ഈ പോയിന്റ്സ് എന്തായാലും പ്രൂവ് ദാറ്റ് ഈ പോയിന്റ്സ് എന്തായാലും ഇർഫാൻ ശംസുദ്ദീൻ ഈ പോയിന്റ്സ് ഒരു ലൈൻ തന്നെ ആയിരിക്കും. സാധാരണ സെയിം ലൈനിലായിരിക്കും. കാരണം പ്രൂവ് ദാറ്റ് ദേ ആർ ഓൺ ദ സെയിം ലൈൻ നമ്മുടെ ചോദ്യം. എന്തായാലും ഒരു സെയിം ലൈനിലായിരിക്കും. അത് നമ്മൾ പക്ഷേ എഴുതി പ്രൂവ് ചെയ്യണം. അത് സ്ലോപ്പ് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടണം. എന്താണോ ഒരാളുടെ സ്ലോപ്പ് അത് തന്നെയാണ് മറ്റേ നമുക്ക് കിട്ടണം. ഈ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് ചെക്ക് വെദർ എന്നും പറഞ്ഞു വരും. ചെക്ക് വെദർ അത് നമുക്ക് പണിയാം. ഇപ്പൊ ചെക്ക് വെദർ ദ പോയിന്റ്സ് ആർ സെയിം ലൈൻ ആണെങ്കിൽ എന്ത് വരും അറിയോ? സെയിം ലൈൻ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, ഇത് പക്ഷേ ഒരു 50% പണി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റിനിൽ തന്നെ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദേ ആർ ഓൺ ദ സെയിം ലൈൻ. അവന്മാർ സെയിം ലൈൻ എന്ന് ഉറപ്പാ. അത് നമ്മൾ എങ്ങനെയാലും എന്ത് ചെയ്താൽ മതി? സ്ലോപ്പ് ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. മറ്റേത് ഈക്വൽ ആണോ അല്ലയോ നമ്മൾ തപ്പിപ്പോണം. ഇവിടെ ഈക്വൽ ആണ് നമുക്ക് ഉറപ്പാ. ബട്ട് അത് നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. ഒരാളുടെ സ്ലോപ്പ് നമുക്കിപ്പോ ന്യൂമറിക്കൽ വാല്യൂ അല്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി പറഞ്ഞിട്ട് കാര്യമില്ല. ന്യൂമറിക്കൽ വാല്യൂ വെച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളുടെ സ്ലോപ്പ് ഇപ്പൊ 2/5 ആണോ? മറ്റവനെ 2/5 ആയിരിക്കും ന്യൂമറിക്കൽ വാല്യൂ വെച്ച് പറയുമ്പോൾ. അപ്പൊ ന്യൂമറിക്കൽ വാല്യൂ അല്ല എന്നുള്ളത് വേറെ വിഷയം. അപ്പൊ ഒന്ന് പറഞ്ഞ കേക്കട്ടെ, ഇവിടെ നമ്മള് സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിയുമ്പോ എന്താ പറയുക? ഇൻസാഫ് കേക്കട്ടെ. സ്ലോപ്പ് ഓഫ് എ ബി x1 മൈനസ് അല്ല y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. സ്ലോപ്പ് ഓഫ് എ ബി നമുക്ക് കിട്ടുക y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്നാണ്. ഇതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ ഒരു നിവൃത്തിയില്ല, കാരണം അതിനെ പറ്റി ഡേറ്റ നമ്മുടെ കയ്യിലില്ല. ഇവിടെ നോക്കുമ്പോ y2 y1 2 y ഒരു y കുറച്ചാൽ മതി. 2 y എന്നൊന്നും എഴുതി വെച്ചേക്കരുത് കേട്ടോ. y2 മൈനസ് y1 നോക്കുമ്പോഴേ y2 2 y ഉണ്ട്, y1 ഒരു y ഉള്ളൂ. അപ്പൊ 2 y ഒരു y കുറച്ചിട്ട് y ഇങ്ങനെ എഴുതി വെക്കും. എഴുതി വെക്കുന്നത് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ പറയാം, അങ്ങനെയൊന്നും എഴുതിയേക്കരുത്. y2 y1 എക്സെട്ര ചുമ്മാ സിമ്പിൾസ് മാത്രം കേട്ടോ. സോ അങ്ങനെയൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. ബി സിയിലേക്ക് വരുമ്പോഴോ, ബി സിയിലേക്ക് ബിൻഷാദെ സ്ലോപ്പ് ഓഫ് ബി സി മുഹമ്മദ് ബിൻഷാദ് y3 മൈനസ് y2 ഓക്കെ ഡിവൈഡ് ബൈ x3 മൈനസ് x2. ശരി, ഇതാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന സ്ലോപ്പ്. ഇവന്മാര് ഈക്വൽ ആണ് നമുക്ക് എത്തണം. ആലോചിച്ച് നോക്കുക, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്തെങ്കിലും ഹിന്റ് നമ്മൾ ഉപയോഗിക്കാത്തതുണ്ടോ? ചെയ്തു കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്ത് നേരെ അടുത്തിലേക്ക് പോക്കോ. ഡിസ്കഷൻ നമ്മൾ രണ്ടാമത് നടത്തും. ഇപ്പൊ ഞാൻ എന്റെ ആൻസറിലേക്ക് ഡിസ്കസ് ചെയ്തേയില്ല. യു ഹാവ് 2 more minutes to think about it. അഭിനയ ഇതിന്റെ ഡൗട്ട് ആണോ? ആണെങ്കിൽ ഇപ്പൊ ചോദിക്കണ്ട. AC കണ്ടുപിടിക്കണോ? വേണ്ട, 2 കേസ് മതി, ധാരാളം. 2 കേസ് മതി.
ആൻസർ ഫൈനൽ ആയെങ്കിൽ നേരെ ഫോർത്തിലേക്ക് പോകണം കേട്ടോ. ഫോർത്ത് വെച്ച് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ടൈം എടുക്കുക ഇൻ ദ സെൻസ് അതാ പോയിന്റ് ഇച്ചിരി ലെങ്തി പോയിന്റ്സ് ആണ്. 3x1 + 2y1 എന്നൊക്കെ പറയുന്ന പോയിന്റ് എടുക്കുന്നത്. അപ്പൊ എനിക്ക് നോക്കണ്ട, ഇത് കഴിഞ്ഞിട്ട് മതി. ഒരു മിനിറ്റോടെ കേട്ടോ. തേർട്ടി സെക്കൻഡ്സ് മോർ. ക്വസ്റ്റിന്റെ പുറകെ നമുക്ക് കൊടുക്കാൻ 30 സെക്കൻഡോടെ മാക്സിമം. മതി. എന്താ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുക? എനി ലൂപ്പ് ഹോൾ റബീസ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? സാർ ഇതിന്റെ കോമൺ ഫാക്ടർ y മൈനസ് എക്സ് ആക്കാൻ പറ്റുമോ? കോമൺ ഫാക്ടർ y മൈനസ് എക്സ് ആക്കുന്നത് എങ്ങനെയാണ്? രണ്ടും രണ്ട് ഡിഫറെന്റ് അരിത്തമെറ്റിക് സീക്വൻസുകളല്ലേ. x1 x2 x3 ഒരു സീക്വൻസ്, y1 y2 y3 വേറൊരു സീക്വൻസ്. രണ്ട് ഇൻഡിപെൻഡന്റ് സീക്വൻസ് ആ. രണ്ട് സീക്വൻസുകൾ ബന്ധമൊന്നുമില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ ഇതിലെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞത് ഇങ്ങനെയായിരിക്കും. മേ ബി, ഉറപ്പൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് പാർട്ട് നമുക്ക് മാറ്റാം. ഫസ്റ്റ് പാർട്ടിന് ഇവിടെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോ x1 x2 x3 എക്സെട്ര ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. y1 y2 y3 എക്സെട്ര വേറെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരാൾ ചിലപ്പോൾ 1 3 5 7 9 എക്സെട്ര ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ഒരു സീക്വൻസ്. അടുത്തത് ചിലപ്പോ 28 36 44 52 60 എക്സെട്ര ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ അടുത്ത ആള്. കണ്ടല്ലേ, രണ്ടും അരിത്തമെറ്റിക് സീക്വൻസ്. അവന്മാർ തമ്മിൽ ബന്ധമൊന്നും ഉണ്ടാവണമെന്നില്ല. രണ്ടും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അവർ തമ്മിൽ കണക്ഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. എനി ഐഡിയ ടു കണക്ട്? ഐഷ? കിട്ടിയില്ല. നമ്മളിവിടെ യൂസ് ചെയ്യാത്ത ഹിന്റ് ഏതാ ക്വസ്റ്റ്യനിലുള്ള ഐഷ? നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും സാധനം ക്വസ്റ്റ്യനിൽ കിടപ്പുണ്ടോ ഇപ്പൊ നിലവില്? അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളത് ഏതെങ്കിലും അർത്ഥത്തിലൊക്കെ ഉപയോഗപ്പെടുത്തിയാലേ നമുക്ക് ഇതിനെ ഫർദർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മാൻഷ? കോമൺ ഡിഫറൻസ് സെയിം ആവില്ല. ഞാൻ തൊട്ട് മുമ്പ് കാണിച്ചില്ലേ, രണ്ടും ഇൻഡിപെൻഡന്റ് സീക്വൻസുകളല്ലേ. ഒരാളുടെ കോമൺ ഡിഫറൻസ് ആയിരിക്കില്ല മറ്റേ ആളുടെ. ഒരാളുടെ കോമൺ ഡിഫറൻസ് ചിലപ്പോൾ 2 ആയിരിക്കും, മറ്റൊരു കോമൺ ഡിഫറൻസ് 3 ആയിരിക്കും. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഫ്രാക്ഷൻ ആവാം, ഡെസിമൽ ആവാം, പലതും വരാം. How we can hire x2 minus x1 equal to x3 minus x2. അതാണ് ഇവിടുത്തെ പോയിന്റ്. ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് x1 x2 x3 എക്സെട്ര ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഗിവൺ സീക്വൻസ് അരിത്തമെറ്റിക് ആണെങ്കിൽ അതിന്റെ കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് സെയിം ആയിരിക്കും. ആൻഡ് ദാറ്റ് ഡിഫറൻസ് ഇസ് കോൾഡ് വാട്ട്? കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കി? ഇവൻ അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് we can write x2 minus x1 is equal to what? x3 minus x2. Let it be some a. നമുക്ക് അറിയില്ല എന്താന്നുള്ളത്. ഓക്കെ, നമ്മളതിനെ a എന്നെടുത്തു. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫിക്സഡ് നമ്പർ, അല്ലെങ്കിൽ a എന്നോ k എന്നോ എന്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? y1 y2 y3 etc. also an arithmetic sequence. So y2 minus y1 will be equal to y3 minus y2. Let us take it as b. അപ്പൊ എന്താവും നോക്കി? ഒന്നാമത്തെ ആളുടെ സ്ലോപ്പ് എടുക്കുമ്പോ
y2 മൈനസ് y1 പകരം നമുക്ക് b കൊടുക്കാം, x2 മൈനസ് x1 പകരം a കൊടുക്കാം. രണ്ടാമത്തേലേക്ക് വരുമ്പോൾ അഗൈൻ y3 മൈനസ് y2 അതിന് b എന്ന് കൊടുക്കാം, x3 മൈനസ് x2 നമുക്ക് a എന്ന് കൊടുക്കാം. അപ്പൊ ഫൈനൽ എന്തായി? therefore slope of AB equals slope of BC. കണ്ടോ? സ്ലോപ്പ് സെയിം ആയി. Slope of AB is equal to slope of BC. അപ്പൊ നമുക്ക് പറയാം therefore points are on the same line. Therefore x1 y1, x2 y2, x3 y3 etc. are on the same line. Thus we can complete it. നോക്കി, ഇതിനകത്ത് വലിയ സ്റ്റെപ്പ് ഒന്നും വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. നമ്മൾ ആകെ ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഈ ഒരു സംഗതിനെ കൃത്യമായിട്ട് എക്സ്പ്ലോർട്ട് ചെയ്തു. അത് എക്സ്പ്ലോർട്ട് ചെയ്താലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ബാക്കി എന്താ ചെയ്തേ? ചുമ്മാ സ്ലോപ്പ് കണ്ടുപിടിച്ചു, അതിന് ആ ഒരു കോമൺ ഡിഫറൻസ് ഉള്ള സംഗതി കൊടുത്തു, ഇത്രേ ഉള്ളൂ. കംപ്ലീറ്റഡ് മൂവ് ടു ഫോർത്ത് ഉണ്ടോ? ഫോർത്ത് ഓൾസോ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കണം. നമ്മൾ സ്റ്റെപ്പ് അത്യാവശ്യം സ്പേസ് എടുത്ത് എഴുതണം, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലെങ്തി ആയ പോയിന്റ്സ് ആണ്. നാച്ചുറലി ചെറിയ സ്പേസിൽ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് കൺഫ്യൂഷൻ വരും. x1 ഉം x2 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഇത്തിരി സ്പേസ് എടുത്ത് എഴുതാം. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കണേ. ക്വസ്റ്റ്യൻ വായിക്കാൻ 2 മിനിറ്റ്, അത് കഴിഞ്ഞ് എനിക്ക് ക്വസ്റ്റ്യന്റെ മീനിങ് കിട്ടണം കേട്ടോ. ഫോർത്ത് വണ്ണിന്റെ after 2 minutes I need the meaning of the question. One more minute. One more minute. ക്വസ്റ്റ്യന്റെ മീനിങ് എനിക്ക് കിട്ടണോ ചോദിക്കുമ്പോ അതിൽ കിട്ടിയത് ചെയ്തു തുടങ്ങി കേട്ടോ. ക്വസ്റ്റ്യന്റെ മീനിങ് സാറിനോട് പറഞ്ഞു, സാർ അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യണ്ട. എനിവേ ട്രൈ, മൈൻഡ് ചെയ്യണ്ട, സംഗതി അങ്ങ് ട്രൈ ചെയ്യാം. Thirty seconds more. ഇർഫാനെ കഴിഞ്ഞോടാ? ഇർഫാൻ അനസ്, ഇർഫാൻ അനസ് കംപ്ലീറ്റ് ആയോ? കിട്ടിയില്ല. ഇനി എയറോബിക് ഡാൻസിന് സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുമല്ലോ അവിടെ. വേഗം ചെയ്തു, വേഗം ചെയ്തു. ഓക്കെ, എനിക്ക് ആ ക്വസ്റ്റിന്റെ മീനിങ് ഒന്ന് പറഞ്ഞേ മോനെ റിഹാൻ വി എസ്. Sir. Ah. Prove that if the points x1, y1, x2, x2, y2, x3, y3, etc. are on the same line, then 3x1 plus 2y1, 3x1 minus 2y1, 3x2 plus 2y2, 3x2 minus 2y2, 3x3 plus 2y3, 3x3 minus 2y3 is also on the same line. What if there are other numbers other than 2 and 3? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എനിക്കറിയാം അതിന് മീനിങ്. x1, y1, x2, y2, x3, y3 ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള ലൈനിൽ വരണം തെളിയിക്കുക ആദ്യം. അതല്ല ആദ്യം തെളിയിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന്റെ പ്രശ്നം.
അതല്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Prove that if x1, y1, x2, y2, x3, y3 are on the same line, then 3x1 plus 2y1, 3x1 minus 2y1, 3x2 plus 2y2, 3x2 minus 2y2, 3x3 plus 2y3, 3x3 minus 2y3 is also on the same line. എന്താണ് സെന്റൻസിന്റെ മീനിങ്? അൽഫിയ? x1, y1, x2, y2, x3, y3 എന്ന പോയിന്റ് ലൈന് അതിനകത്ത് പോയിന്റ് ലൈന് അങ്ങനെ സംഭവം അതല്ല, ഏത് പോയിന്റ്സ് ആണെങ്കിൽ 3x1 plus 2y1 അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് x1, y1, x2, y2, x3, y3 സെയിം ലൈനിൽ ആണെങ്കിൽ 3x1 plus 2y1, 3x1 minus 2y1 എക്സെട്ര എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരിക്കും? സെയിം ലൈനിലായിരിക്കും. സോ ഗിവൺ ദാറ്റ് x1, y1, x2, y2, x3, y3 ഈസ് ഓൺ ദ സെയിം ലൈൻ. ഇത് സെയിം ലൈൻ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് സെയിം ലൈൻ ആണ്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് 3x1 plus 2y1 ഇത് ഒരൊറ്റ സിംഗിൾ പോയിന്റ് ആട്ടോ. 3x1 minus 2y1 ഇതൊരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ 3x2 plus 2y2, 3x2 minus 2y2. Similarly, 3x3 plus 2y3, 3x3 plus 2y3, 3x3 minus 2y3. ഇവൻ ഒരു സിംഗിൾ ലൈനിലാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു പ്രൂവ്. അപ്പോ ഈ തന്നിരിക്കുന്ന പോയിന്റ് സെയിം ലൈനിലാണ്, ഇവൻ സെയിം ലൈനിലാണ്, ഇവനും സെയിം ലൈനിലാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഒരാള് സെയിം ലൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇവൻ സെയിം ലൈൻ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് അതിന്റെ ക്വസ്റ്റ്യന്റെ ഐഡിയ. പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ 3 and 2 പകരം വേറെ നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് നമ്മൾ തൽക്കാലം ഇപ്പൊ ചെയ്യണ്ട. ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് അതിന്റെ ഐഡിയ കിട്ടും. എല്ലാം കൂടെ ഒരുമിച്ചെടുത്താലേ ഒന്നും പൊങ്ങൂല. കുറേശ്ശെ ആകുമ്പോൾ കുഴപ്പമില്ല. ഈ സെയിം ലൈൻ എന്നുള്ള പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ആൻസർ ദ സെക്കൻഡ് വൺ. നിങ്ങളുടെ അഭിപ്രായം ഭാവിച്ചാണ് ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കണേ. നീ പ്രോബ്ലം ചെയ്തേനാ? ഇല്ല സാർ. എന്നെ നീ അവിടെ മടക്കിക്കൊണ്ടിരിക്കണേ? ഞാൻ പ്രോബ്ലം ചെയ്തിട്ടാ ഞങ്ങളെ എടുത്ത് വെച്ചതാണ്. പറഞ്ഞോ. സാർ ഈ 3x1 അത് ഒരേ ലൈനിലാണ് പ്രൂവ് ചെയ്താൽ മാത്രം മതിയോ? ഇത് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. ഇതുള്ളൂ നമുക്ക് പ്രൂവ് ചെയ്യാൻ. ഇത് സെയിം ലൈനിലാണ്, ഈ തന്നിരിക്കുന്ന ആള് സെയിം ലൈനിലാണ്, ഇതും സെയിം ലൈനിലാണെന്ന് പ്രൂവ് ചെയ്യാം. ട്രാക്കിലാണോ എന്ന് നോക്കാൻ നമുക്ക് 3 മിനിറ്റ് മാക്സിമം. ട്രൈ നോക്കുന്നേ. സെയിം ഒരു സെറ്റ് ഓഫ് പോയിന്റ് സെയിം ലൈനിലാണ് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വേറൊരു സെറ്റ് ഓഫ് പോയിന്റ് സെയിം ലൈൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഈ പോയിന്റ് നമുക്ക് എ ബി സി എന്നൊക്കെ എഴുതാം. ലെറ്റ് ഈ പോയിന്റ് എയും ബിയും സി ഒക്കെയാണ് എന്നൊക്കെ എഴുതി തന്നെ നമുക്ക് തുടങ്ങാം. ഈ കാണുന്ന പോയിന്റ് എയും ബിയും സി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഒരാൾ നമ്മൾ എ, ഒരാളെ ബി, ഒരാളെ സി എന്നൊക്കെ നമ്മൾ എടുക്കുന്നു. എങ്ങനെ നമുക്ക് ഇവനെ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും? You have 2 more minutes.
1 more minute. Thirty seconds. ഓക്കെ, എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് കേൾക്കട്ടെ. ഫാസില ഒന്ന് പറയട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും, എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്യുക? സ്ലോപ്പ് സ്ലോപ്പിന്റെ ഇക്വേഷൻ സ്ലോപ്പ് ഇക്വേഷൻ നമുക്ക് ചെയ്യേണ്ട, അതിപ്പോൾ ഒരു സംശയമില്ലാത്ത കാര്യം. എന്താ നമുക്ക് ഇവിടുന്ന് എഴുതാൻ പറ്റുക? ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? വാട്ട് വി ഹാവ്. നമ്മുടെ ഏത് തോക്കാ ഉള്ളതെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് പബ്ജിയിൽ പറ്റിയ ആളെ വെടിവെച്ചിടാൻ പറ്റുള്ളൂ. ഇത് തോക്കാൻ നമ്മൾ അറിയണ്ടേ? നമ്മുടെ കയ്യിലെ ടൂൾസ് ഏതൊക്കെയാണെന്ന് അറിയാൻ നമുക്ക് പറഞ്ഞ വെടിവെപ്പ് നടക്കൂല്ലോ. അത് നമുക്ക് വാട്ട് ഓൾ ടൂൾസ് ആർ ദർ. ഇതിന് മുന്നത്തെ ക്വസ്റ്റിലെ ടൂൾ നമുക്ക് ഉണ്ടായി x1 y1 x2 x3 y1 y2 y3 is in an arithmetic sequence. ഇതാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക്. അതിൽ നിന്നാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റിയത്. ഈ ക്വസ്റ്റ്യനിലും അതുപോലൊരു ഗൺ നമ്മുടെ കയ്യിലുണ്ട്. ആ ഗൺ നമ്മൾ തിരിച്ചറിയണം. ആ ഗൺ കിട്ടിയാലേ നമുക്ക് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ആ ഗണ്ണാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ബിലാലെ പറ. AB is equal to y2 minus y1 by x2 minus x1. സ്ലോപ്പ് നമ്മൾ ഫോമിലേക്ക് വെച്ച് കണ്ടുപിടിക്കും. എന്നിട്ട് 3x2 minus 2y2 minus 3x1 minus 2y1 by 3x2 plus 2y2 minus 3x1 plus 2y1. നമ്മൾ സ്ലോപ്പ് ഓഫ് AB കണ്ടുപിടിക്കുമ്പോൾ യൂഷ്വൽ ഫോമുല അനുസരിച്ച് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പോയിന്റ്സ് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ അത് ഒന്നോട് എടുത്ത് എഴുതുകയാണെ നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി. ഐ എം വൺസ് അഗൈൻ റിപ്പീറ്റിംഗ് ഇറ്റ്. ഈ എയും ബി ഞാൻ ആദ്യം ഒന്നോടെ ഒന്ന് എടുത്ത് എഴുതുക. അപ്പൊ എ എന്നുള്ള പോയിന്റ് 3x1 plus 2y1 3x1 minus 2y1 ആണ്. ബി എന്നുള്ള പോയിന്റ് 3x2 plus 2y2 3x2 minus 2y2 ആണ്. നിർബന്ധമായി നമ്മളുടെ x1 y1 എന്നുള്ള ആ ഒരു എന്താ പറയാ റൈറ്റിംഗ് കൊടുക്കണം, ഇല്ലെങ്കിൽ തെറ്റും. ഇതിൽ ഒരാളെ x1 y1 നമ്മൾ ഞാൻ ഇത് മുകളിൽ നിങ്ങൾ ഇങ്ങനെ ഒന്നും എഴുതിയേക്കരുതേ, നേരെ ഈക്വൽ ടു ഏതാവുള്ളൂ. ഒരാളെ x1 y1 എന്നും മറ്റേ x2 y2 നമ്മൾ ചൂസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്ലോപ്പിന്റെ ഫോമുല അപ്ലൈ ചെയ്യണം. ഇനിയാണ് നമ്മൾ സ്ലോപ്പിന്റെ ഫോമുല അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു നമ്മൾ ഫോമുല അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു y2 minus y1 by x2 minus x1 കൊടുക്കുമ്പോൾ y2ന്റെ വാല്യൂ 3x2 minus 2y1 സോറി ഇവിടെ y2 ആണേ, മിസ്റ്റേക്ക്. ദിസ് ഇസ് y2. അപ്പൊ 3x2 minus 2y2 ബ്രാക്കറ്റ് കൊടുക്കണം, മൈനസ് ആണ് 3x1 minus 2y1 ഡിവൈഡഡ് ബൈ 3x2 plus 2y2 minus 3x1 plus 2y1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3x2 minus 2y2 minus 3x1 plus 2y1. നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആവും. ഡിനോമിനേറ്ററിൽ 3x2 plus 2y2 minus 3x1 minus 2y1. x ആൻഡ് y ടേംസ് നമ്മൾ അടുപ്പിച്ച് എഴുതി കഴിഞ്ഞാൽ ന്യൂമറേറ്റർ നമുക്ക് 3x2 minus 3x1 എന്ന് എഴുതാം, മൈനസ് 2y2 plus 2y1 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 3x2 minus 3x1 plus 2y2 minus 2y1. ഇവിടെ ഒന്നും കയറി വെട്ടിയേക്കരുതേ, പ്ലസും മൈനസ് ഒക്കെ ഇടയ്ക്ക് കിടക്കുന്നത് വെട്ടിക്കളയാൻ പാടില്ല. ഇതുവരെ നമ്മൾ എത്തും. ഇനി വേണമെങ്കിൽ ഒരു 3 ഉം 2 ഒക്കെ ഒരു കോമൺ എടുക്കാവുന്ന ഒരു പണി കൂടി ചെയ്യാം. അതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ നമ്മളുടെ തോക്ക് ഉപയോഗിച്ചിട്ടില്ല. ആ തോക്ക്
ഇപ്പോഴും നമ്മളുടെ പെട്ടിക്കുള്ളിലിരിക്കുകയാണ്. തോക്ക് നമ്മൾ എടുത്തിട്ടില്ല. ആ സാർ ഈ പ്ലസ് എങ്ങനെയാ വന്നേ? എവിടെടാ നെഗറ്റീവ് ഉള്ളിലേക്ക് കയറിയപ്പോ ഇതേ ഇവിടെ മൈനസ് ഇവിടെയും ഇങ്ങോട്ടും കൊടുക്കണ്ടേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ്ടേ? നമ്മളുടെ തോക്ക് എപ്പോഴും ഉപയോഗിച്ചല്ലോ, ഒന്ന് പറഞ്ഞേ. എനിവൺ നമ്മുടെ തോക്ക് എന്താ ഇവിടുത്തെ, നമ്മുടെ ഗൺ എന്താ നമുക്കുള്ളേ? പറ ഗൗരി, എന്താ നമുക്കുള്ളേ? സാർ ഉറപ്പില്ലാട്ടോ. ഒരു കുഴപ്പമില്ല. X1 Y1 X2 ആണോ? അത് they are on the സെയിം ലൈൻ അല്ലേ? they are on the same line എന്ന് നമുക്കുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ എഴുതാൻ പറ്റും എന്താണെന്നറിയോ? Since the points are on the same line, the starting itself we can write y2 minus y1 by x2 minus x1 equal to y3 minus y2 by x3 minus x2 equal to some k എന്ന് നമുക്ക് എടുക്കാം. സ്ലോപ്പ് ഈക്വൽ ആണ്. ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള സ്ലോപ്പും ഈ രണ്ട് പേര് തമ്മിലുള്ള സ്ലോപ്പ് ഈക്വൽ ആണ്. ആൻഡ് ടേക്കിംഗ് ദാറ്റ് സ്ലോപ്പ് ആസ് k. ഈ ആള് ഉപയോഗിച്ച് വേണം നമുക്ക് ആൻസറിലേക്ക് എത്താൻ. അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വീണ്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ നമുക്ക് അങ്ങനെ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്നുള്ള ഫോമിലൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്കിവിടെ ഒരു 3 കോമൺ എടുത്താൽ 3 into x2 മൈനസ് x1 എന്ന് കിട്ടും. മൈനസ് ശ്രദ്ധിച്ചു നോക്കിക്കോളണം കേട്ടോ, -2. ഞാൻ എഴുതല്ലേ? ഇനി ബോർഡിലേക്ക് നോക്ക്. എന്ത് തിരക്ക് എഴുതിയെടുക്കാൻ. ഇങ്ങോട്ട് നോക്ക്. ഇനി നമ്മളിപ്പോ ന്യൂമറേറ്ററിൽ 3 കോമൺ എടുത്തു, ഡിനോമിനേറ്ററിലും 3 കോമൺ എടുത്തു. അപ്പൊ നമുക്ക് x2 മൈനസ് x1 എന്ന് കിട്ടി. ഇവിടെ നമ്മളൊരു പ്ലസ് 2 കോമൺ എടുത്തു, നമുക്ക് y2 മൈനസ് y1 കിട്ടി. ഇവിടെ പ്രശ്നമുണ്ട് കണ്ടോ, ഇവിടെ ഒരു ടേമിന്റെ കൂടെ കിടക്കുന്നത് -2ഉം മറ്റൊരു ടേമിന്റെ കൂടെ കിടക്കുന്നത് +2 ശരിയല്ലേ? ഡിനോമിനേറ്ററിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 2 കോമൺ എടുത്തു, 2 പുറത്തേക്ക് എടുത്തപ്പോൾ എന്ത് കിട്ടി? 2 പുറത്തേക്ക് എടുത്തപ്പോ +2 into y2 മൈനസ് y1 എന്ന് കിട്ടി ശരിയല്ലേ? ന്യൂമറേറ്ററിൽ ഞാൻ കോമൺ എടുക്കുന്നത് ശ്രദ്ധിച്ചു നോക്കണം, -2 ആണ് കോമൺ എടുക്കുക. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? when we take -2 as common we get -2 into, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ, അത് -2y2 plus 2y1 ആണ് കിടക്കുന്നത്. ഈ -2 നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ ആളിൽ y2 ആണ് ബാക്കിയുള്ളത് ശരിയല്ലേ? -2 into y2 പ്രശ്നമില്ല. രണ്ടാമത്തെ ആള് +2y1 ആണ്. വളരെ ശ്രദ്ധിച്ചിരിക്കണം, +2y1 ആണ്. ഇതിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എടുത്തപ്പോ എന്താ? -2 പുറത്തേക്ക് എടുത്തേക്കുന്നത് അല്ലെ? സോ ദാറ്റ് ടേം ബിക്കംസ് മൈനസ്, ആ ടേം -y1 ആവും കോമൺ എടുത്ത് കഴിയുമ്പോൾ. -2y2 + 2y1 നമ്മൾ കോമൺ എടുത്ത് കഴിയുമ്പോൾ -2 into y2 മൈനസ് y1 ആണ് വരിക. കാരണം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി, -2 into y2 -2y2 -2 into -y1 ചെയ്യുമ്പോൾ നമുക്ക് +2y1 കിട്ടുക അല്ലെ? അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നേ? നെഗറ്റീവ് വന്നത്. മനസ്സിലായോ നെഗറ്റീവ് വന്നതിന്റെ കാരണം? ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഒരു പണി കൂടി ചെയ്താൽ നമുക്ക് സ്ലോപ്പിന് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ഇത്രേ ഉള്ളൂ. what we will do is we will divide both the numerator and denominator. നമ്മളിപ്പോ നമുക്ക് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പോവാണ് വിത്ത്, നോക്കിക്കോ, both the numerator and the denominator. അത് ഇപ്പറായിട്ട് എഴുതുന്നേ. Here we are continuing. ഇപ്പൊ ന്യൂമറേറ്ററിലുള്ളത് 3 into x2 minus x1 minus 2 into y2 minus y1. Denominator 3 into x2 minus x1 plus 2 into y2 minus y1. I am dividing both numerator and denominator with x2 minus x1. നമുക്കറിയാം രണ്ടുപേരെ നമ്മൾ സെയിം ടൈം വെച്ച് ഡിവൈഡ് ചെയ്താൽ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെ, ഇഫക്റ്റ് ഒന്നുമില്ല. ഇത് ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മൾ ഈ x2 മൈനസ് x1 രണ്ട് പേർക്കും സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ ഒരാളിൽ x2 മൈനസ് x1 x2 മൈനസ് x1 കട്ടായി പോകും. മറ്റേ ആൾ എന്താ കിട്ടുക? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അല്ലെ? അവനെ കയറ്റി നമുക്ക് എന്തെന്ന് കൊടുക്കാം? നമ്മളുടെ സ്ലോപ്പ് കൊടുക്കാം. കണ്ടോ, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 നമുക്ക് എന്താന്നുണ്ട്? k ആണെന്നുണ്ട്, സ്ലോപ്പാണ്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? x2 മൈനസ് x1 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ ഇവൻ എന്തായിട്ട് മാറി നോക്കി? നമുക്കത് ഓരോ ടേമിലേക്കും സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ 3 into x2 മൈനസ് x1 ബൈ x2 മൈനസ് x1 ഒന്നാമത്തെ ആൾ നമ്മൾ കൊടുത്തു, മൈനസ് 2 into y2 മൈനസ് y1
divided by x2 minus x1. The same thing happens in denominator. 3 into x2 minus x1 divided by x2 minus x1 plus 2 into y2 minus y1 divided by x2 minus x1. ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. And there what we can do, ഒന്നാമത്തതിലെ x2 minus x1 രണ്ടും കട്ടായി പോകും. ഫസ്റ്റ് തന്നിരിക്കുന്നത് 3 into x2 minus x1 divided by x2 minus x1 രണ്ടും കട്ടായി പോകും. ഇവനും കട്ടായി പോകും. ബാക്കിയുള്ളത് 3 മാത്രം മൈനസ് 2 into y2 minus y1 by x2 minus x1 can be replaced with k. ഡിനോമിനേറ്ററിൽ 3 plus 2k. ഇതാണ് നമുക്ക് ഒന്നാമത്തെ പോയിന്റിന്റെ സ്ലോപ്പ് കിട്ടുക. ഏതിന്റെ? എ ബിയുടെ സ്ലോപ്പ് കിട്ടുക. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? ഇതുപോലെ തന്നെ ആര് ചെയ്യണം? ബി സിനെ ചെയ്യണം. സ്ലോപ്പ് ഓഫ് ബി സി നമ്മൾ ഇതുപോലെ ഇത്രയും സ്റ്റെപ്പ് വീണ്ടും വരും. ആ സ്റ്റെപ്പ് ഇങ്ങനെ വന്ന് എത്തുമ്പോൾ ഇവിടെ x2 മൈനസ് x1 പകരം അവിടെ വരുന്ന x3 മൈനസ് x2 എന്നായിരിക്കും. ഇതുപോലെ നമ്മൾ ഡിവിഷൻ നടത്തും, കട്ടായി പോവും, ആൻസറിലേക്ക് എത്തും. അവിടെ നിങ്ങൾക്ക് കിട്ടും 3 minus 2k by 3 plus 2k. There also you will get 3 minus 2k by 3 plus 2k. തുടങ്ങിക്കോ വേഗം പറഞ്ഞോ. നമ്മൾ അവിടെ ചെയ്യുമ്പോ x3 minus x2 ആക്കണ്ടേ? അതെ, ആക്കണം, തീർച്ചയായിട്ടും ആക്കണം. അത് നമ്മൾ ചെയ്തു വരുമ്പോൾ x3 minus x2 ആയിരിക്കും വരിക അവിടെ. സാർ പറ. സ്ലോപ്പ് ഓഫ് എബിയുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ പ്ലസ് 1 എങ്ങനെയാണ്? എവിടെയാണ് അത്? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞല്ലേ 3x2 മൈനസ് മൾട്ടിപ്ലൈ ചെയ്താണോ? അല്ലല്ല, ഈ ഇപ്പോ ഒന്നാമത് 3x2 മൈനസ് 2y2 മൈനസ് 3x1 മൈനസ് 2y1 എന്നല്ലേ കിടക്കുന്നേ. നമ്മൾ ഈ മൈനസിന്റെ ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊടുക്കണ്ടേ? അപ്പൊ എന്താ സംഭവിക്കുക? മൈനസ് ബ്രാക്കറ്റിനുള്ളിലേക്ക് വരുമ്പോ ഒന്നാമത്തെ ടേം അങ്ങനെ തന്നെ, ഒന്നാമത്തെ ടേമിന് മാറ്റമൊന്നുമില്ല, ഒന്നാമത്തെ ടേം അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യും. ഈ 3x2 മൈനസ് 2y2 ഇങ്ങനെ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്തു. ഡിനോമിനേറ്ററിൽ ഒന്നാമത്തെ ആൾക്ക് മാറ്റമൊന്നുമില്ല, അത് റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, മൈനസ് കൊടുക്കുമ്പോ മൈനസ് 3x1 കൂടെ വന്നു, മൈനസ് 3x1 ആയി. മൈനസ് മൈനസ് 2y1 കൂടെ വന്നു, അവനെന്തായി? പ്ലസ് ആയി. ഡിനോമിനേറ്ററിൽ മൈനസ് ഇവന്റെ കൂടെ വന്നു, മൈനസ് ആയി. മൈനസ് ഇവന്റെ കൂടെ വന്നു, മൈനസ് ആയി. അതാ ബ്രാക്കറ്റ് കൊടുത്താലാണ് നമുക്കത് കൃത്യമായിട്ട് കിട്ടുള്ളൂ. Ask if there is any more doubt. വേഗം. സർ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണോ? ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ സംഗതി ചെയ്യാൻ ഒരു 10 മിനിറ്റ് ഒക്കെ മതി. എക്സാമിന് ചെയ്യാൻ 10 മിനിറ്റ് മതി, പക്ഷെ നമുക്ക് അതിന്റെ ഒരു ഐഡിയ അറിയണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അങ്ങനെ ഇമ്പോർട്ടന്റ് ആണോ അല്ലോ എന്ന് കാറ്റഗറൈസ് ചെയ്ത് പഠിക്കാൻ പറ്റില്ലല്ലോ. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ഏതാ, വരാത്ത ക്വസ്റ്റ്യൻ ഏതാ, കാറ്റഗറൈസേഷൻ നമുക്ക് സാധിക്കില്ലല്ലോ. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലുള്ളതാണ്, ചോദിക്കാം, ചോദിക്കാതിരിക്കാം. We have no surety regarding that. Speed അവിടെ. സ്പീഡിന് കംപ്ലീറ്റ് ചെയ്ത സെക്കൻഡ് പാർട്ട് വേഗം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ വേഗം. ക്ലിയർ ആണ്? ഇതുപോലെ സെക്കൻഡ് പാർട്ടും ട്രൈ ചെയ്തേ വേഗം. സെക്കൻഡ് പാർട്ട് try it fast.
ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കണേ. സെക്കൻഡ് പാർട്ടും ഇതുപോലെ തന്നെ ചെയ്യാനുള്ളൂ കേട്ടോ, വേറെ ഒന്നും അതിൽ പ്രത്യേകിച്ചില്ല. ഇതുപോലെ തന്നെ അത് റിപ്പീറ്റ് ചെയ്യാനേ ഉള്ളൂ. കോമൺ ഒക്കെ എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് വരണം. ഇങ്ങനെയാണ് വരേണ്ടത്. 3 into x3 minus x2 minus 2 into y3 minus y2 divided by 3 into x3 minus x2 plus 2 into y3 minus y2. ആണോ? ഇതിനൊക്കെ എത്തിയായിരുന്നോ? ഇത് കുറെ കഴിയുമ്പോൾ എത്തുന്ന കേട്ടോ. 1 2 3 4 സ്റ്റെപ്പ് കഴിയുമ്പോൾ എത്തുന്നതാണ് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ ഡിവൈഡ് ചെയ്യേണ്ട വരികയെന്നൊന്ന് പറഞ്ഞ് കേൾക്കട്ടെ. ഡിവിഷൻ നമ്മൾ എന്ത് വെച്ച് നടത്തണം മാമാനിലാഹി? y2 minus y1. y2 minus y1 ഇവിടെയോ? x3 minus x2. x3 minus x2 വെച്ച് വേണം ഡിവൈഡ് ചെയ്യാൻ. അപ്പൊ ഒന്നാമത്തെ ടേം 3 എന്ന് വരും. രണ്ടാമത്തെ ടേമിൽ y3 minus y2 by x3 minus x2 എന്നുള്ള ടേം വരും. അതിന് നമുക്ക് k എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും സിമിലർ ആയ ചേഞ്ചസ് വരും. റിഹാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടും കഴിഞ്ഞാണോ പൂ അടിച്ചുകൊണ്ടിരിക്കുന്നത്? റോസാപ്പൂ കിട്ടി ഈ സമയത്ത്? There also will get it as 3 minus 2k by 3 plus 2k. Okay, one second. Let me. ഒന്ന് കേട്ടെ, ഇതിലെ സെക്കൻഡ് സെന്റൻസ് ഒന്ന് വായിച്ചു ഗൗരി ക്വസ്റ്റ്യനിലെ. Would this Rana? അത് തന്നെ. Would this be true if we take some other number instead of 3 and 2? ഇപ്പൊ നമുക്ക് ഞാൻ ഒരു സാമ്പിൾ പോയിന്റ് അവിടെ എഴുതുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഉണ്ടായിരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 3x1 plus 2y1, 3x1 minus 2y1. ഇതാണ് ഇപ്പൊ നമുക്ക് ഉണ്ടായിരുന്ന പോയിന്റ്. എന്താണ് ആ ക്വസ്റ്റിന്റെ മീനിങ്? ആ സെന്റൻസിന്റെ മീനിങ് എന്താ? ഇതിനെ 3 into ആക്കിയിട്ട് എടുത്താൽ എങ്ങനെ? 3 into അല്ലാതെ ബാക്കി കേട്ടില്ല. 3 into അല്ലാതെ 3 into അല്ലാതെ വേറെ നമ്പേഴ്സ് എടുത്താൽ 3 into അല്ലാതെ വേറെ നമ്പേഴ്സ് ആണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കുമോ? അതായത് ഇൻസ്റ്റെഡ് ഓഫ് 3 and 2 ഇപ്പൊ അവിടെ ഒരു 4 ഉം 5 ഉം ആണ് സപ്പോസ്, അല്ലെങ്കിൽ ഒരു 9 ഉം 20 ഉം ആണ്, അല്ലെങ്കിൽ ഒരു 8 ഉം 7 ഉം ആണ്. വാട്ട് എവർ ഇറ്റ് മേ ബി, 3 into അല്ലാത്ത വേറെ നമ്പേഴ്സ് വന്നാൽ നമുക്ക് ഇതുപോലെ ദ പോയിന്റ്സ് ആർ ഓൺ ദ സെയിം ലൈൻ എന്ന് കിട്ടുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചത്. അർത്ഥം പിടിയോ? എന്താണ് ക്വസ്റ്റിന്റെ മീനിങ്? അതർ ദാൻ 3 and 2 ഇഫ് ദ നമ്പേഴ്സ് ഈസ് ഡിഫറെന്റ്, 2 5 3 9 വാട്ട് എവർ ഇറ്റ് മേ ബി, അങ്ങനെ വന്നാൽ നമുക്ക് പോയിന്റ്സ് ആർ ഓൺ ദ സെയിം ലൈൻ കിട്ടുമോ ഇല്ലയോ? അയാൻ നമുക്ക് കിട്ടുമോ ഇല്ലയോ? പോയിന്റ്സ് ആർ ഓൺ സെയിം ലൈൻ കിട്ടുമല്ലോ. 3 into അല്ലാതെ വേറെ നമ്പേഴ്സ് ആണ്, 4 ഉം 5 ഉം ആണ്. 3ക്ക് പകരം 4, 2ന് പകരം 5, അല്ലെങ്കിൽ ഒരു 7 ഉം 12 ഉം ആണ്. വിൽ വി ഗെറ്റ് ദം ഇൻ ദ സെയിം ലൈൻ? സ്ലോപ്പ് ഈക്വൽ ആയിട്ട് കിട്ടുമെന്നാണ് ചോദ്യം.
ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ചെയ്തു ഒന്നുമില്ല, എവിടെയെങ്കിലും 3 and 2 റോൾ ഉണ്ടോ എന്ന് ആലോചിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. കിട്ടും സാർ. തീർച്ചയായിട്ടും കിട്ടും. കാരണം ഇപ്പൊ നമുക്ക് 3 - 2k by 3 + 2k എന്നാണ് കിട്ടിയത്. ഇപ്പൊ 4 ഉം 5 ആണ് നമുക്ക് കിട്ടുന്നത് 4 - 5k by 4 + 5k എന്നായിരിക്കും. ഇതല്ലാതെ വേറെ എന്തെങ്കിലും റോൾ ഉണ്ടോ പിള്ളേരെ 3 and 2 എന്നുള്ള നമ്പേഴ്സിന്? ഒരു റോളും ഇല്ല. ശരിയല്ലേ? അപ്പൊ ഈവൻ ദോ ദ നമ്പേഴ്സ് ആർ ഡിഫറെന്റ് വി വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട് മാറ്റം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പൊ സെക്കൻഡ് പാർട്ട് നമ്മൾ ട്രൈ ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ സെക്കൻഡ് സെറ്റ് ഓഫ് പോയിന്റ് ട്രൈ ചെയ്ത് വരുമ്പോൾ അവസാനം നമുക്ക് സെയിം 3 - 2k by 3 + 2k തന്നെയാണ് കിട്ടുക. ക്ലിയർ? Okay, so the last and final concept in the chapter is regarding equation of a line and equation of a circle that we will discuss on tomorrow at the same time. Okay.